വഴിപറഞ്ഞിടും ജീവനേകിടും സ്വാതന്ത്ര്യം നൽകും സത്യവെളിച്ചം. ഇത് സത്വാർത്ത. എവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ, കേരളത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ആ മഹാദുരന്തം കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു മഹാസംഭവമായിരുന്നു. ഉറങ്ങാൻ കിടന്ന് ഉറക്കം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പൊടുന്നനെ ഉറ്റവരും ഉടയവരും ഇതുവരെ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ ദുരന്തത്തെക്കുറിച്ച് കേരളത്തോട് കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് അവകാശപ്പെടുന്നു. കേരള സർക്കാർ പറയുന്നു അങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് അവരും പറഞ്ഞ് ഒരു തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞിരിക്കും. അതെ, മുന്നറിയിപ്പുകൾ നമുക്ക് ഒരിക്കലും അവഗണിക്കുവാൻ കഴിയില്ല. അത് കൊടുത്തോ മുന്നറിയിപ്പ് നൽകിയോ എന്നുള്ളത് ഒരു തർക്കമുള്ള വിഷയമാണ്. എങ്കിലും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ചില സംഭവങ്ങൾ, ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ കരളലിയിപ്പിക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്ന 10-12 പേര് ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ഹൃദയം തകരപ്പെടുന്ന വാർത്തയാണ്. അവർക്ക് സഹിക്കുവാൻ കഴിയില്ല. ഇതൊരു മഹാസംഭവമായിരുന്നു. എന്നാൽ ഇനിയും നമ്മെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഒരു ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. കേരളം, അത് മുല്ലപ്പെരിയാറാണ്. എന്നാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നേരത്തെ അതിന് ബലക്ഷയം ഉണ്ട് എന്ന് 1964 തന്നെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും അതിന് വേണ്ട വിധത്തിലൊരു കൺസിഡറേഷൻ, വേണ്ട വിധത്തിലൊരു പരിഗണന അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മുല്ലപ്പെരിയാർ ഡാം തകരപ്പെട്ടാൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഗ്രാമം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അത് 2-3 ജില്ലകൾ തന്നെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട് എന്ന് സാധ്യതാ പഠനങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഞാനിപ്പോൾ വരച്ചു കാട്ടിയിരിക്കും. തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2 സംഭവത്തെ പറയാനാണ് ഞാൻ ഈ പകൽക്കാലം താല്പര്യപ്പെടുന്നത്. അത് ഒന്ന്, ഇപ്പോൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്നതുപോലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിന്മേൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അവൻ്റെ ആ കല്ലറ ഇപ്പോഴും തുറന്നു കിടക്കും. ആ സത്യം, അവനിൽ വിശ്വസിക്കുന്ന, ആ സത്യത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ്, ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഇത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. എന്നാൽ ഇനിയും ഒരു സംഭവം നടക്കാനിരിക്കുന്നു. ആ സംഭവം നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായം, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന്
ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതൊരു വലിയ സംഭവമാണ്. കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടെ അവനെ കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകുവാൻ, സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ മഹാസംഭവം. ആ സംഭവത്തിൽ പങ്കുകൊള്ളണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. ഈ മുന്നറിയിപ്പുകൾ നമുക്ക് അവൻ തന്നിരിക്കുകയാണ്. ആ മുന്നറിയിപ്പുകളോടുള്ള ബന്ധത്തിൽ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഇതിന് മുന്നോടിയാണ്. അതെല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അന്ത്യകാലത്തുണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനിൽ നാം വിശ്വസിച്ചാൽ, ഈ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരുന്നാൽ അവനോടൊപ്പം നമുക്കും എടുക്കപ്പെടുവാൻ കഴിയും. ക്രിസ്തുവിൽ മരിച്ചുപോയവർ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. എങ്ങനെ? രൂപാന്തരം പ്രാപിച്ച്. ആ അനുഭവത്തിൽ, ആ വരവിൽ, ആ മഹാസംഭവത്തിൽ പങ്കുചേരുവാൻ അവനിൽ വിശ്വസിക്കണം. തിരുവചനത്തിൽ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. താങ്കൾ എത്ര പാപിയായിരുന്നാലും താങ്കളെ രക്ഷിക്കുവാൻ ആ യേശുക്രിസ്തുവിൻ്റെ രക്തം മതിയാകും. എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. അവനിൽ വിശ്വസിക്കാം. അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട്. അവൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയും. ഈ മഹാസംഭവം നമ്മളെ കാത്തിരിക്കുകയാണ്. പ്രിയരെ, 2 സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, നടന്നു കഴിഞ്ഞ ഈ ഉരുൾപൊട്ടൽ, നമ്മെ കാത്തിരിക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ ആ അപകടം. ഈ 2 സംഭവം പോലെ തന്നെയാണ് നടന്നു കഴിഞ്ഞ യേശു കർത്താവിൻ്റെ മരണം. അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഇനിയും അവൻ എത്രയും താമസം വിനാ കടന്നു വരും. അവനെ എതിരേൽപ്പാൻ നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.